ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ 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 നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ
കളവേണുരവക്കളായ നീല കമലാചുംബനലംബടോ അതിരമ്യ അളിബോധൈവാരവിന്ദമധ്യേ രമതാം മേ ഹൃദി ദേവകീ കിശോര. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്കു ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഒന്നിലുമറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെ ഉള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും
ഒന്നുമില്ല പോൽ വിശ്വമന്നേരത്ത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ രാമ. ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മയി സുരസരിദോഘ പ്രഖ്യജിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാതി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലാണ് അവതാരലീലകളെക്കുറിച്ച് വർണ്ണിക്കുന്നത്. 25-26 ശ്ലോകങ്ങൾ 3-ാമത്തെ അധ്യായത്തിൽ. അഥാസൗ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസോ ജനിതാ വിഷ്ണു യശസോ നാംന കൽക്കിർജഗൽപതി. അഥാസൗ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണു യശസോ നാംന കൽക്കിർജഗൽപതി. അവതാരാഹ്യസംഖ്യേയ ഹരേ സത്വനിധേർദ്വിജാഃ യഥാ വിദാസിന കുല്യാ സരസസ്യു സഹസ്രശഃ. നാരായണ. ശ്രീമദ് ഭാഗവതത്തിലെ ഈ 3-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം കൊണ്ട് ഭഗവാന്റെ കൽക്കി എന്നുള്ള അവതാരലീലയാണ് വർണ്ണിക്കുന്നത്. 22-ാമത്തെ അവതാരം. 21 ബുദ്ധന്റെ അവതാരമാണ്, 22-ാമത്തെ അവതാരമാണ്. കൽക്കി എന്ന പേരോടുകൂടി നേപ്പാളിൽ ആണ് പണ്ട് ഭാരതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് നേപ്പാളിലാണ്. അവിടെ വിഷ്ണു യശസ് എന്ന ഒരു ബ്രാഹ്മണന്റെ ഗ്രാമമുഖ്യസ്യ ബ്രാഹ്മണസ്യ മഹാത്മന വിഷ്ണു യശസ് എന്ന് പേരായിട്ടുള്ള ബ്രാഹ്മണന്റെ ഗ്രാമമുഖ്യന്റെ, നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഭരണാധികാരിയുടെ ഭവനത്തിൽ ഭഗവാൻ ജനിക്കും. കൽക്കി എന്ന പേരോടുകൂടി ജനിക്കും. അങ്ങനെ ആ ഭഗവാന്റെ അവതാരത്തെ കൽക്കി അവതാരം എന്ന് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷെ ഇതിന് ഏതാണ്ടൊരു രൂപം വേണ്ടേ? പലർക്കും പല ലക്ഷണങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് അന്ന് ലീലയാടിക്കഴിഞ്ഞാലല്ലേ രൂപം കിട്ടുള്ളൂ. ഇതുവരെയുള്ള അവതാരങ്ങളൊക്കെ അവതരിച്ച് കഴിഞ്ഞതാണ്. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ചില ധാരണകൾ നമുക്കുണ്ടാകും. ശ്രീകൃഷ്ണ അവതാരം എങ്ങനെയാണ്, ബലരാമ അവതാരം എങ്ങനെയാണ്, വരാഹമൂർത്തിയുടെ അവതാരം എങ്ങനെയാണ്
മത്സ്യാവതാരം എങ്ങനെയാണ്, വ്യാസന്റെ അവതാരം എങ്ങനെയാണ്, നാരദ മഹർഷി എങ്ങനെയാണ്, പലതും നമുക്കൊരു ധാരണ ഏതാണ്ട് പുരാണങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കൽക്കി പുരാണത്തിലും ഈ കൽക്കി വരാനിരിക്കുന്ന അവതാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇന്നത്തെ കണക്ക് പറഞ്ഞിട്ട് ആയിക്കഴിഞ്ഞാൽ, പഴയ കണക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, 1922 കണക്കുകളും ഇന്നുള്ള കണക്കുകളും തമ്മിൽ ചിലതൊക്കെ മനസ്സിലാവാത്തതാണ്. ഗണിതശാസ്ത്രം എല്ലാം ഒരുപോലെയാണ്, പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്നത്തെ സാഹചര്യമല്ല, ഭൗതിക സാഹചര്യമല്ല ലോകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് പറയുന്നു, ഏതാണ്ടൊരു 500-600 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കുതിര, അങ്ങനെ കണക്കാക്കാം നമുക്ക്. കാരണം ആ വാഹനത്തിൻ്റെ വേഗത ഇപ്പോൾ അതിവേഗത്തിലൊക്കെ സഞ്ചരിക്കുന്ന ട്രെയിനുകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് 2 മിനിറ്റ്. എത്രയോ നടന്നിട്ട് എത്തേണ്ടത്, എത്രയോ വാഹനങ്ങളിൽ, സാധാരണ വാഹനങ്ങളിൽ എത്രയോ ദൂരം സഞ്ചരിക്കേണ്ടത്, ബസ്സുകളിലൊക്കെ എത്രയോ ദൂരം സഞ്ചരിക്കേണ്ടത് ഒക്കെ വളരെ പെട്ടെന്ന് ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക്, ടൗൺ ടു ടൗൺ ട്രെയിനുകൾ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഈ വേഗത മനസ്സിലാവും. ഇതൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും വരുന്നതാണ്, പക്ഷെ പണ്ട് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കലിയുഗത്തിൽ അങ്ങനെ ആകുന്നുണ്ട്. അതെങ്ങനെയാണ്? അതാണ് പറഞ്ഞിരിക്കുന്നത്. 1000-600 കിലോമീറ്ററൊക്കെ വേഗത മണിക്കൂറിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒക്കെ എത്തണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് ഈ നമ്മുടെ കൽക്കിയായിട്ട് അവതരിക്കാൻ പോകുന്നതിൻ്റെ വേഗത പറയാനാണ് ഈ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കുതിരപ്പുറത്ത്, അത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിരപ്പുറത്ത് ആ തലമുടിയൊക്കെ നീട്ടിയിട്ട് വിഷ്ണുവിൻ്റെ തേജസ്സോടുകൂടി കയ്യിലൊരു വാളോട് കൂടിയിട്ട്, അങ്ങനെ കൂടി നമുക്ക് പറയാം, അങ്ങനെ ആയിരിക്കും ഭഗവാന്റെ കൽക്കിയായിട്ടുള്ള അവതാരം ഉണ്ടാവുക എന്ന് നമുക്കൊരു ധാരണയ്ക്ക് വേണ്ടി ഇവിടെ പറഞ്ഞു വെച്ചു. ഇത് ഭാഗവതത്തിൽ 12 സ്കന്ധത്തിലാണ് ഈ കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുക. ഇനി കൽക്കിയെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? കലിയുഗത്തിൻ്റെ കുടിലതയിൽ നിന്ന്, കലിയുഗത്തെക്കുറിച്ച് നമ്മൾ കുറേ വർണ്ണിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാവുമോ എന്നറിയില്ല. ഈ ഭാഗവത മഹാത്മ്യത്തിലൊക്കെ ഇത് വളരെ നാളുകൾക്ക് മുമ്പ്, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് വർണ്ണിച്ചിട്ടുണ്ട്. ക്ഷമ തൊട്ടുള്ള സൗശീല്യമുള്ളോർക്കെങ്ങുമനാദരം, എന്തും ചെയ്യാൻ മടിക്കുന്ന ദുഷ്ടർക്കെമ്മട്ടിലും ജയം. ചതിവഞ്ചന കൈക്കൂലി കൊലപാതകമേഷണി, പക തൊട്ടുള്ള പലതും പരന്നോ പാരിലിങ്ങനെ. കലിയുഗത്തിൽ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളുള്ളതാണ് കലിയുഗം. കലിയുഗത്തിന് ദോഷങ്ങൾ ഒരുപാടുണ്ട്, എങ്കിലും ഒരു ഗുണം കലിയുഗത്തിനുണ്ടെന്ന് പറയുന്നു. ആ ഗുണം എന്താണ്? അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവകൃഷ്ണസ്യ മുക്തസംഗപരം വ്രജേത്. കീർത്തനാദേവകൃഷ്ണസ്യ മുക്തസംഗപരമോ വ്രജേത്. ഭഗവാന്റെ കീർത്തനങ്ങൾ, നാമകീർത്തനങ്ങൾ പാടുക ഭജനകൾക്ക് ഏറ്റവും പറ്റിയ ഒരു കാലഘട്ടം ആണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത. മറ്റ് സപരിവാരം പൂജകൾ, ഭജനൊന്നുമില്ലാതെ കണ്ട് പർവ്വതപ്രദേശങ്ങളിൽ, ഗുഹകളിൽ, തീരപ്രദേശങ്ങളിൽ അങ്ങനെയൊക്കെ ആരോരും അറിയാതെ ഇരുന്നു കൊണ്ട് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാവശ്യന്തി യം യോഗിനോ എന്നൊക്കെ പറയുന്നില്ലേ? ആ ധ്യാനാവസ്ഥയിൽ അതാണ് കൃതേയ ധ്യായതോ വിഷ്ണു എന്നാണ്. കൃതയുഗത്തിൽ വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടാം. കൃതേയ ധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖൈ. ത്രേതായുഗത്തിൽ യജ്ഞങ്ങളിലൂടെ ഭഗവാനെ, യജ്ഞങ്ങൾ, യാഗങ്ങളില്ലേ, ഹോമങ്ങൾ, വലിയ വലിയ യാഗങ്ങൾ, അതിലൂടെ. ദ്വാപരേ പരിചര്യായാം. ദ്വാപരയുഗത്തിൽ സപരിവാര പൂജകൾ, ചക്രാബ്ജ പൂജകൾ, അത് വിശേഷപ്പെട്ട കുറേ അനേകം തരത്തിലുള്ള പൂജകളിലൂടെ ഭഗവാനെ
നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവത് പദത്തിലേക്ക് എത്താൻ സാധിക്കും, ഈശ്വര അനുഗ്രഹം നേടാൻ സാധിക്കും. അപ്പോൾ 3 യുഗത്തിലുള്ള പ്രത്യേകതകൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൃതയുഗത്തിൽ ധ്യാനത്തിലൂടെ, കൃതയുഗത്തിൽ ധ്യാനം, തപസ്, ഹൃദയധ്യായതോ വിഷ്ണു. ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ, യാഗങ്ങൾ, അതിലുള്ള ചില ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാം. ത്രേതായുഗത്തിലാണ് ശ്രീരാമ അവതാരമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പരശുരാമനൊക്കെ രാജഋഷി ഈ യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കേട്ടിട്ടുണ്ടാവും, യജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. അങ്ങനെ ഋഷീശ്വരന്മാരൊക്കെ യാഗഭൂമി, യാഗം നടത്തുക, അതൊക്കെ ആ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ദ്വാപരയുഗത്തിൽ പൂജാതി സപരിവാരം, പൂജകളിലൂടെ. ഈ 3 യുഗത്തിലും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നേടുന്ന ഫലം കലിയുഗത്തിൽ നമുക്ക് എങ്ങനെ കിട്ടുന്നു? കലൗദധരികീർത്തനാത്, കലിയുഗത്തിൽ ഭഗവാന്റെ, ഈശ്വരന്റെ നാമകീർത്തനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നു. അതാണ് കലിയുഗത്തിൻ്റെ ഒരു മഹത്വം. ഈ കലിയുഗത്തിൽ നമുക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളിലൂടെ കിട്ടുന്നു. സകല പാപങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുന്നു, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നു. ആ കരളിൻ്റെ ഉള്ളിൽ, അങ്ങനെയാണ് പറയുക, നമ്മൾ കരളാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് പറയുക, സാധാരണഗതിയിൽ അങ്ങനെ പറയുക, കരൾ എന്നാണ് പറയുക. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ. ഇനി ഹൃദയത്തിലായാലും ഹൃദയമാലിന്യങ്ങൾ ഇല്ലാതാക്കി ഹൃദ്രോഗത്തിൽ നിന്നൊക്കെ മോചനം നേടണമെങ്കിൽ ഈശ്വരൻ്റെ നാമകീർത്തനങ്ങൾ മതി എന്നാണ് കലിയുഗത്തിൻ്റെ ഒരു വിശേഷം. അതാണ് കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൽക്കിയുടെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൽ ഭഗവത് കീർത്തനങ്ങളിലൂടെ. അതാണ് കലിയുഗത്തിൻ്റെ മഹത്വം. അതാണ് ഇതൊക്കെ കഴിഞ്ഞ് നാമസങ്കീർത്തനത്തിനൊക്കെ വലിയൊരു അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്താണ് ഭഗവാന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള അവതാരം, കൽക്കിയായിട്ടുള്ള അവതാരം ഇവിടെ നമുക്ക് പറഞ്ഞു തന്ന കൽക്കി അവതാരം എന്ന് പറഞ്ഞില്ലേ, അത് 22ാമത്തെ അവതാരം ഉണ്ടാകുന്നത് ഈ കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷമാണ്. പക്ഷെ സത്യത്തിൽ ഇന്ന് അങ്ങനെയാട്ടോ. വൃന്ദാവനത്തിലൊക്കെ ഒന്ന് പോയി നോക്കുക, വിദേശ രാജ്യങ്ങളൊക്കെ പോയി നോക്കുക, ഇവിടെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക. അപ്പോഴും നമുക്ക് മനസ്സിലാകും എന്താണ്. എല്ലാവരും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഇങ്ങനെ അതാണ് ഈ ഹരേ കൃഷ്ണ മൂവ്മെന്റ്, പ്രസ്ഥാനം എന്നൊക്കെ പറയാം. അതൊക്കെ ഉടലെടുത്തത് ഇങ്ങനെയാണ്, കലിയുഗത്തിലാണ് ഉടലെടുത്തിട്ട് ഇരിക്കുന്നത്. ഇന്ന് കോടാനുകോടി കണ്ഠങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട്, അതായത് ഒരു ദിവസത്തിൽ നമ്മൾ 12 മിനിറ്റ് ജപിക്കാനൊക്കെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നാൾ അരനാഴിക ചിന്ത ചെയ്യൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അരനാഴികയൊന്നല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ സമയം ഇതിന് നീക്കി വെച്ചുകൊണ്ട് മഹാത്മാക്കൾ, അവരൊക്കെ മഹാത്മാക്കളാണ്, ഭഗവാന്റെ നാമം ജപിക്കുക. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതാ ഈ പറഞ്ഞിരിക്കുന്നതാണ്. ഹരേർനാമൈവ 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 കേവലം കലൗ നാസ്ത്യൈവ 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 ഗതിരന്യഥാ ഗതിരന്യഥാ ഗതിരന്യഥാ. കലിയുഗത്തിൽ ഹരിയുടെ നാമസങ്കീർത്തനമല്ലാതെ വേറെ വഴിയില്ല. നാമജപങ്ങളിൽ മുഴുകാതാർക്കും ഈശനിലെത്താനാവില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഹരിയെ പ്രണമിക്കാതെ. അത് ഭാഗവതത്തിലെ അവസാനത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനാണ് ഈ ഭജന. ഹരിയുടെ കാലിൽ പ്രണാമോ ദുഃഖശമന എന്നാണ് പറയുന്നത്. നാമസങ്കീർത്തനത്തിൽ മുഴുകാതെ കണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നാമസങ്കീർത്തനം, സ്തോത്രജപം, കഥകൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതാണ് ഈ കലിയുഗത്തിൻ്റെ മഹത്വം. അത് കേട്ടുകൊണ്ടിരിക്കും. വേണ്ട എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ജപിക്കുന്നവർ എത്രയോ ഉണ്ടാകും. മനസ്സിന് ശാന്തിയില്ലാതെ, സമാധാനമില്ലാതെ കണ്ട് പലതരത്തിലുള്ള രോഗങ്ങളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പെട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്രയമായിട്ട് വരുന്നത് ഭഗവാന്റെ നാമമാകുന്ന ഈ തോണിയായിരിക്കും. ഈ കലിയുഗത്തിലെ ഈ ദുഃഖസമുദ്രത്തിന് രക്ഷപ്പെടാനെന്ന് ഭാഗവതം
ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഒരു 4 ദിവസമെങ്കിലും ഭാരതഭൂമിയിൽ വെച്ച്, ഹരിയുടെ ഭൂമിയിൽ വെച്ച്, ഹരിദ്വാറിൽ വെച്ച്, വൃന്ദാവന ഭൂമിയിൽ വെച്ച്, ദ്വാരകയിൽ വെച്ച്, മധുരയിൽ വെച്ച് 4 ദിവസമെങ്കിലും ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് തിരക്കൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, തിരക്ക് തീരാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് തിരമാല ഒഴിഞ്ഞിട്ട് കടലിൽ കുളിക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെയുള്ള ബോധത്തോടു കൂടിയിട്ട് കോടാനുകോടി ജനങ്ങൾ ഇന്നും തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈശ്വര നാമത്തിലും നാമസങ്കീർത്തനത്തിലും മുഴുകിയിരിക്കുന്നത് ഈ കലിയുഗത്തിൻ്റെ ഒരു മഹത്വമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നാമസങ്കീർത്തനങ്ങളുടെ ഫലം കൊണ്ടാണ് ഒരു പക്ഷേ ഈ കൽക്കിയായിട്ട് തന്നെ ഭഗവാൻ അവതരിക്കേണ്ടത്. അതുകൊണ്ട് ആ കൽക്കിയായിട്ടുള്ള ഭഗവാന്റെ യാത്ര കലിയുഗത്തിൻ്റെ യുഗസന്ധ്യായാം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാമസങ്കീർത്തനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഈ ഒരു വേളയിൽ ഒരു നിമിത്തം ഉണ്ടായി ഇവിടെ. എന്താണത്? അതായത് നമ്മൾ സാധാരണയായിട്ട് കുറേ നാളുകളായി ഇവിടെ ഭാഗവതാമൃതം എന്ന കഥാഭാഗം, ഭാഗവതത്തിലെ മാഹാത്മ്യം 85ഓളം ദിവസങ്ങളിലായിട്ടും, പിന്നീട് ഭാഗവതത്തിലെ അധ്യായങ്ങൾ 1-ാമത്തെ ആ ശ്ലോകം മുതൽ ജന്മാദ്യസ്യ യഥോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് എന്നിങ്ങനെയുള്ള ശ്ലോകങ്ങളും ഒക്കെയാണ് പാരായണം ചെയ്യുന്നതായിട്ടും അതിൻ്റെ കഥനങ്ങളായിട്ട് ചുരുക്കിയിട്ട് വർണ്ണിക്കുകയാണ്. ഇതൊക്കെ ചുരുക്കാണ്, വിസ്തരിച്ചാൽ എവിടെയോ എത്തും. അങ്ങനെ ചുരുക്കി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാരായണീയം ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ, സിദ്ധ ഔഷധമാണ്. കാരണം ഒരാൾ ചികിത്സിച്ച് അനുഭവപ്പെടുത്തി ഭേദമാക്കിയിട്ടുള്ള മരുന്നുകളാണ് പിന്നെ മറ്റൊരാൾക്ക് മറ്റ് പലർക്കും കൊടുക്കുക. ഈ വൈദ്യന്മാരും പണ്ടിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഡോക്ടർമാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില സാമ്പിൾ മരുന്നുകളൊക്കെ ചില ആൾക്ക് ചില രോഗത്തിനൊക്കെ പുതുതായിട്ട് കൊടുത്തു നോക്കും. എന്നിട്ട് അവർക്ക് അതിൽ ഫലമുണ്ട് എന്ന്, അതിനു മുമ്പ് ഒരു പരീക്ഷണമൊക്കെ നടത്തിയിട്ടാണ് അത്ര കൊണ്ടുവരിക. എന്നിട്ട് അവർക്കത് ഫലമുണ്ട്, ഇത് പെട്ടെന്ന്, അങ്ങനെയാണെങ്കിൽ ചില മുമ്പ് ഇറക്കിയിട്ടുള്ള ചില മരുന്നുകളൊക്കെ അങ്ങ് മാറ്റി വെക്കാം. കാരണം അതിനേക്കാളൊക്കെ വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കോമ്പിനേഷൻ, കെമിക്കലുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ മെഡിസിൻ, ഈ മരുന്ന് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് തടവിക്കോളൂ എന്നൊക്കെ പറഞ്ഞ്, പുരട്ടിക്കോളൂ എന്ന് പറഞ്ഞ്, ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അതിൽ പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യുക? തുടർച്ചയായിട്ട് ഇത് ഞാൻ ഇന്നൊരു മരുന്ന് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ ഗുണം കിട്ടിയിട്ടുണ്ട്, ഏതാണ്ട് ഇതതിന് പറ്റും എന്ന് പറഞ്ഞ് പലർക്കും കൊടുക്കുന്നില്ലേ? ഇതുപോലെ ഒരു 400 വർഷങ്ങൾക്ക് മുമ്പ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള എൻ്റെ രോഗം മാറ്റണേന്ന് മാത്രമല്ല, വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവ ആശ്രയാമാ. നാരായണീയം അതിശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഭാഗവതത്തോടൊപ്പം തന്നെ ഒരു ചികിത്സാ പദ്ധതിയായിട്ട്, ഒരു തെറാപ്പിയായിട്ട് നാരായണീയത്തെയും എടുത്തിട്ടുള്ള ഒരുപാട് മഹാത്മാക്കളുണ്ട്. അതുകൊണ്ട് തന്നെ നാരായണീയ ഓരോ ദശകങ്ങളും ശ്രേഷ്ഠമാണ്. വെറുതെ പറയുകയല്ല, ഇത്രയും ദിവസങ്ങളിലായിട്ട് ഈ ഭാഗവതാമൃതം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ശ്ലോകങ്ങൾ ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്ന സമയത്ത് നാരായണീയം കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. ഒരു ശ്ലോകം നാരായണീയം എപ്പോഴും തുടക്കത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 15 ദശകങ്ങളായി. ഈ 15ാമത്തെ ദശകം കപിലോപദേശമാണ് വർണ്ണിക്കുന്നത്. ഏറ്റവും സാഖ്യയോഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശമാണ് കപിലോപദേശം. അങ്ങനെയുള്ള ഈ കപിലോപദേശമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. ഇപ്പോഴേ കുറച്ച് 2-3 സുദിനങ്ങളിലായിട്ട് കപിലോപദേശമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ നിമിത്തം ഈ കലിയുഗത്തിൽ ഈശ്വര കഥകൾ കേൾക്കണം, നാമസങ്കീർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് നിമിത്തമായിട്ട് വന്നിരിക്കുന്നത് ഭഗവാൻ, കപില ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. കപിലാവതാരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ ഭഗവാൻ തന്നെ അമ്മയായ, സാക്ഷാൽ കപില ഭഗവാൻ തന്നെ അമ്മയായ ദേവഹൂതി ദേവിക്ക് വിശേഷമായിട്ട് ഉപദേശിക്കുന്നതാണ് കപിലോപദേശം. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശ്ലോകം കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു നിമിത്തം പോലെയാണ് ഇത് വരുന്നത്. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ
മൈസുരസരീതോഖ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. എൻ്റെ ഗുണഗണങ്ങളും എൻ്റെ കഥകളും എൻ്റെ അതിവിശേഷപ്പെട്ട നാമങ്ങളും ആകർണനൈഹി കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കലിയുഗത്തിൽ ഏറ്റവും വിശേഷമായിട്ടുള്ള കർത്തവ്യം. അത് വലിയൊരു ധർമ്മമാർഗത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന, നന്മയിലേക്ക് നമ്മളെ എത്തിക്കുന്ന, നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഇല്ലാതാക്കുന്ന വിശേഷപ്പെട്ട ശാസ്ത്രങ്ങളാണ് എൻ്റെ കഥകളും കീർത്തനങ്ങളും നാമങ്ങളും. ഇത് കേൾക്കാൻ ഇടവരികയാണ് അമ്മേ ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെയുള്ളവർക്ക് പരമഭക്തി, എൻ്റെ കഥകളിലൂടെ പരമഭക്തി ഉണ്ടാകുന്നു. അത് മരണത്തെ പോലും അതിജീവിക്കാനുള്ള കഴിവുള്ളതാണ്. സാഹി മൃത്യോർ വിജേത്രി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശ്ലോകവും ഒരു നിമിത്തമായിട്ട് ഇന്ന് അനുസ്മരിക്കാൻ ഇടവന്നു. ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വരാനിരിക്കുന്ന അവതാരത്തെക്കുറിച്ച് 22ാമത്തെ അവതാരമായിട്ട് കൽക്കി അവതാരത്തെക്കുറിച്ച് കൂടി ഇവിടെ വിവരിച്ചു. തുടർന്ന് ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളെ സംഗ്രഹിച്ച് ചുരുക്കിയിട്ട് 3ാമത്തെ അധ്യായം അവസാനിപ്പിച്ചതിന് ശേഷം നമുക്ക് ഭാഗവതത്തിൻ്റെ ഉൽപ്പത്തിയും വ്യാസനാരദ സംവാദം തുടങ്ങിയിട്ടുള്ള കഥാഭാഗങ്ങളിലേക്കാണ് ഇനി കടക്കാനിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് അനുസ്മരിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹീം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാതെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ. കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ഭാ